Tapi. Good morning. I love you. ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. മധുവിൻ്റെയും നന്ദനയുടെയും വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. മധു ഇല്ല, അവൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അന്നത്തെ ഫുഡിൻ്റെ പരിപാടി എൻ്റെ കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ വിളിച്ച് വരുത്തിയതാണ്. വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ബിരിയാണി കിട്ടിക്കോണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ, പിന്നെ ഞാൻ വന്നു. ചായക്കതേ അമ്മ ഉപ്പുമാവും പപ്പടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചായയും കൂടെ ഉണ്ടാക്കി ഉപ്പുമാവ് കഴിച്ചു. എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരിങ്ങനെ നൈസാണ് എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഫ്ലോപ്പായി നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. കുറേ പണിയെടുത്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ഉണ്ടായിരുന്നു, റൈസ് കുറച്ച് പഴയതായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി കുഴഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കുക്കറിലിടാൻ തീരുമാനിച്ചു. ഫസ്റ്റ് വിസിലാണ് ഓഫ് ചെയ്തിട്ട് ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്ട് ആവി കളഞ്ഞിട്ട് നമ്മൾ വേഗം ഓപ്പൺ ചെയ്യാണ്. ചിക്കൻ്റെ പണി അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വറുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കി. അത് അമ്മ അപ്പുറത്തെ അടുപ്പത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്യാസുമ്മ ഞാനിവിടെ റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെൽപ്പറായിട്ട് നന്ദനി ഉണ്ടായിരുന്നു. അവൾ തന്നെയാണ് കട്ട് ചെയ്ത് തന്നത് വെജിറ്റബിൾസൊക്കെ, സാലഡിക്കുള്ളതും എല്ലാം അവൾ തന്നെ കട്ട് ചെയ്ത് തന്നു. കുക്കിങ് ഞാൻ, പിന്നെ ക്ലീനിങ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൂടെ തട്ടിമുട്ടി ഒപ്പം പോവും. തിരക്ക് പിടിച്ച പണി നടന്നുകൊണ്ടിരിക്കട്ടെ. അരി കഴുകുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു. പക്ഷേ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ കട്ട്ലേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അതെടുത്തു. ഫ്രിഡ്ജിൽ മയണൈസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചേട്ടൻ അറിഞ്ഞു. രാത്രി ഉണ്ടാക്കിയതല്ല, ഇന്നലെ പ്രാർത്ഥനയ്ക്കൽ ഉണ്ടാക്കിയത്. വിസിൽ വന്നാ വിസിൽ ഫുള്ളങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം ചേട്ടൻ വല്ലപ്പോഴൊക്കെ നടക്കളയിൽ കയറാറുണ്ട്. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അവളുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ട് കേട്ടോ. മധുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയതാണ്. ഏറെക്കുറെ 1 year ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ടേക്ക് ഒരു ഗ്ലൂമിയാണ്. പിന്നെ എല്ലാവരും വന്ന് വീട്ടുകാരൊക്കെ കണ്ടപ്പോഴാണ് തോന്നുന്നു ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. മൂക്കുത്തിയായിരുന്നു. ഋതുവിൻ്റെ ചേച്ചിമാർ 2 വന്നിട്ടുണ്ട്. ഋതു ഭയങ്കര ഹാപ്പിയാണ്. ഋതുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവർ 2 പേരെ. ഇവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഇവർ പോകുമ്പോൾ കരയും ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ അവരുടെ സെറ്റായി. ഒരു സെറ്റ് ആൾക്കാർ അവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കഴിച്ചവർക്ക് ഞങ്ങൾ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബിരിയാണി നൈസായി നട്ടാ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത്. ആൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമായിരുന്നില്ല. ബിരിയാണി റൈസ് വെറുതെ കഴിക്കാൻ രസമുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ നമ്മുടെ അപ്പു ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ മുഖക്ക് മുടി പിടിച്ചിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അവൻ്റെ അനിയൻ ഇരിക്കുന്നുണ്ട്. കുജൻ ഇരുന്ന് കുറുങ്ങിക്കൊണ്ടിരിക്കുക. ആരോടാണെന്നറിയില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് പീരീഡ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷേ കിച്ചണിൽ ഞാനൊരു വിധം ഒപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ റെസ്റ്റ് കഴിഞ്ഞത് പിള്ളേരുടെ അടുത്ത് കത്തിയടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹായ് പറയൂ. ഹായ് പറ. പറടി. ഐ ലവ് യു പറയോ. കാണണ്ട കാണണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.